കഴിഞ്ഞ ഒരു വർഷത്തെ എന്റെ ക്ലിനിക്കിലെ അനുഭവങ്ങൾ ഇങ്ങനെ മനസ്സിലെടുത്തു നോക്കുമ്പോ, ഞാൻ ഫേസ് ചെയ്ത കേസുകൾ എടുത്തു നോക്കുമ്പോ, ആത്മഹത്യാ ശ്രമ കേസുകള് അതിൽ കൂടുതലും മുസ്ലിം നാമധാരികളാണ് വരാറുള്ളത്. എന്റെ മുൻപിൽ ഞാൻ കണ്ടതില് 2 3 അമുസ്ലിങ്ങൾ മാത്രമാണ് ഈ ഒരു ശ്രമം എന്ന ഒരു കർമ്മത്തിന് വേണ്ടി എന്റെ മുൻപിൽ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും 10ാം ക്ലാസ് വരെയും അല്ലെങ്കിൽ +2 വരെയൊക്കെ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച, നമ്മെ പോലെ മാന്യമായി പരിശുദ്ധ ഇസ്ലാം മതം നിഷ്കർഷിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച സ്ത്രീകളാണ് വരാറുള്ളത്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞ ഭയങ്കര വേവലാതിയാണ്, ഒരു പൊള്ളലാണ് ഉള്ളില്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഏറ്റവും കൂടുതല് സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും പെരുമാറ്റ രീതികളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന, എല്ലാം വളരെ മനോഹരമായി പഠിപ്പിച്ചു തരുന്ന വ്യക്തമായ മാതൃക ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പരിശുദ്ധ മതമാണ് ഇസ്ലാം മതം. ആ മതത്തിന്റെ വക്താക്കളായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ തന്നെ എത്തപ്പെടുന്നത്? നോക്കുമ്പോ ഇവർക്കൊക്കെ പലതരം പ്രശ്നങ്ങളാണ്. കൂടുതലും സ്ത്രീകൾ പറയുന്നത്, ചില പെൺകുട്ടികൾ പറയാറുള്ള കാരണം, ഉമ്മ വഴക്ക് പറഞ്ഞു, ഇവര് പറയുന്ന കാരണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ആത്മഹത്യ ചെയ്യാനുള്ള ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണങ്ങളാ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച പോലെ ആൻസർ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അമ്മായിയമ്മ കഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ അടുത്തുനിന്ന് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുന്നു. രസകരമായ മറ്റൊരു അനുഭവം അതാണ് കേട്ടാ, ഈ ആത്മഹത്യാ ശ്രമവുമായിട്ട് മുൻപിൽ വരുന്നവരില് അമ്മായിമ്മമാരുണ്ടാവാറില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? എന്റെ ഭാഷ മനസ്സിലാവണില്ലേ? കിട്ടുന്നുണ്ടാ? ഞാൻ നമുക്ക് മലപ്പുറത്തു നിന്നാണ് വരുന്നത്. നിങ്ങളെ കുറ്റ്യാടിക്കാരെ സംസാര ശൈലി ആവില്ലേ എനിക്ക് ഉണ്ടാവുക. തിരിയുന്നുണ്ടല്ലോ അല്ലെ? തിരിയുന്നുണ്ടോ അതോ നട്ടം തിരിയുന്നുണ്ടാ? തിരിയുന്നുണ്ട്. ഓക്കെ. നമ്മൾ ചിലപ്പോ നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളിൽ ഒരാളായി ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ സ്വതചിത്തമായ ഒരു ശൈലി ഉണ്ടല്ലോ, അത് കടന്നു വരും. മലപ്പുറത്തിന്റെ ഞങ്ങളുടെ ഭാഷ അറിയാണ്ട് ഇങ്ങനെ ആ ശൈലി കടന്നു വരും. അപ്പൊ തിരിയാത്തത് ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം, മനസ്സിലായിട്ടില്ല കേട്ടോ ഡോക്ടറെ എന്ന് നിങ്ങക്ക് തുറന്നു പറയാം. അപ്പൊ നോക്കൂ, ഇതിൽ അൽഹംദുലില്ലാ അമ്മായിയമ്മമാരാരും ഞരമ്പ് മുറിച്ച് ഇതുവരെ വന്നിട്ടില്ല. അതൊരു പ്രത്യേകതയാണ്. ഇത് വളരെ കറക്റ്റ് കുട്ടികൾക്ക്, ഇപ്പോഴത്തെ മക്കൾക്ക് അറിയാം എവിടെ കട്ട് ചെയ്യണം. ഞാനൊക്കെ മെഡിസിന് പഠിക്കുന്ന സമയത്താണ്, ഏകദേശം സെക്കൻഡ് ഇയർ ഒക്കെ ആയി, അനാറ്റമി ഫിസിയോളജി ഒക്കെ നമ്മൾ മുഴുവൻ പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുക കയ്യിലെ ഏത് ആർട്ടറി അല്ലെങ്കിൽ ഏത് വെയിന് കട്ട് ചെയ്താലാണ് മരണം സംഭവിക്കുക എന്നൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് എന്നൊക്കെ ബോഡിയൊക്കെ കട്ട് ചെയ്തൊക്കെ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ഗൂഗിൾ ചെയ്ത് നോക്കി ഏത് ആർട്ടറി കട്ട് ചെയ്യണം, ആ ആർട്ടറിയുടെ പേരെന്താന്ന് പോലും ഇവർക്ക് അറിയാം. അത്രയും ആധികാരികമായി വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഏത് ആർട്ടറി കട്ട് ചെയ്യണമെന്ന് ഈ അമ്മായിയമ്മമാർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമ്മായിയുമ്മ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തിന് കുട്ടികളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ഭയാനകമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോവുകയും അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിൽ നിന്നുമൊക്കെ ഒരു ധൈര്യം ആർജിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുമ്പോഴത്തേന് എന്തിനാണ് ഏറ്റവും വിലമതിക്കാവുന്ന, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള എന്റെ ജീവിതത്തെ ഞാൻ കളയുന്നത്, എന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിക്കുന്നത് എന്ന ചിന്ത ഒരുപക്ഷെ അവർക്കുള്ളിൽ ഉണ്ടായത് കൊണ്ടാവാം എന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു 10 ആള് വരുമ്പോ അതിൽ ഒരു അമ്മായിയമ്മെങ്കിലും ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. ഈ വരുന്നതൊക്കെ മക്കളും മരുമക്കളും മാത്രാ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ സബ്ജക്റ്റിലേക്ക് വരാം, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കലുണ്ട്, ഇങ്ങനെ
ആളുകൾ വരുമ്പോ, ഈ സ്ത്രീകൾ വരുന്ന സമയത്ത് ഇവരൊക്കെ വരുന്നത് ഇവരുടെ വീടുകളിൽ നിന്നാ. ഇവരുടെയൊക്കെ കൂടെ വരാനുള്ളത് നാട്ടുകാരല്ല. ഇങ്ങനെ തളർന്നു പോകുമ്പോ ഇങ്ങനെ അവർക്ക് പരിഹാരം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ആ മനസ്സിന്റെ ദുഃഖത്തിൽ നിന്നും മനസ്സിന്റെ വേദനയിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്ങും തണലുമായി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തളരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഞങ്ങളുണ്ട് എന്ന് ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ കൂടെ വരാറുള്ളത് നാട്ടുകാരല്ല, അല്ലെങ്കിൽ ഈ അറിയപ്പെടുന്ന ചങ്കുകളല്ല, കൂട്ടുകാരോ ബെസ്റ്റീസോ അല്ല, സംഘടനക്കാരോ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ല. കൂടെ വരാറുള്ളത് അപ്പൊ നമ്മളെ കുടുംബക്കാർ തന്നെയാ. നമ്മളെ പുരയിലുള്ള നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു കൊണ്ടുവരാറുള്ളത് വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഉമ്മയോ ഉപ്പയോ സഹോദരങ്ങളോ ആണ്. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം, എവിടുന്നാ വരുന്നത്? വീട്ടിൽ നിന്നാണ് അല്ലെ. അപ്പൊ എന്താ വീട് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, മിനിയേച്ചർ ഫോം ഓഫ് ഹെവൻ എന്നാണ് വീട്. വീടിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഹോം. അല്ലെ, നിങ്ങൾ എന്തതൊന്നും കേൾക്കാത്ത മാതിരി ഇരിക്കണ്. ഹോം കേട്ടിട്ടില്ല നിങ്ങളെ? ഹോം എന്ന് പറഞ്ഞ വീട്. വീടിനൊരു അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയില് ഹോം എന്ന് പറഞ്ഞ ഇറ്റ്സ് എ ഹെയ്വൻ ഓഫ് സേഫ് എന്നാണ് അർത്ഥം. ഇറ്റ്സ് എ ഹെയ്വൻ ഓഫ് സേഫ് എന്ന് വെച്ചാല് ഏറ്റവും സംരക്ഷണം നൽകുന്ന ഇടം, ഏറ്റവും ഭൂമിയിലെ ഏറ്റവും സേഫായ ഇടം, ഏറ്റവും സംരക്ഷണം നൽകുന്ന ഇടം എന്നാണ് ഹോമിന്റെ അർത്ഥം. ആയിക്കോട്ടെ, ഇംഗ്ലീഷുകാർ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടെ അള്ളാഹുവിന്റെ ഭാഷയിലേക്ക് വരാം. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനില് നമ്മുടെയൊക്കെ വീടുകളെ വിളിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. വെരി ഗുഡ്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട് കേട്ടാ. മസ്കൻ എന്നാണ് അല്ലെ. മസ്കൻ എന്നാണ് പരിശുദ്ധ ഖുർആനില് അള്ളാഹുവിന്റെ ഭാഷയില് വീടിന് പറയുന്ന പേര് മസ്കൻ എന്നാണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്താണ് മസ്കൻ എന്ന് വെച്ചാല്? വീട്. അതെ, വീട് തന്നെയാണ്. അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. ആ മസ്കനിന് ഒരർത്ഥമുണ്ട്. മസ്കൻ എന്ന് പറഞ്ഞാല് ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് അർത്ഥം. ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കൻ എന്ന പേരിനർത്ഥം. വീട് എന്ന ആ ഭവനത്തിന് അള്ളാഹു നൽകിയ പേര് ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടതുണ്ട്, സമാധാനം തേടിക്കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം തേടിക്കൊണ്ട് നമ്മളെ കിടക്ക് വീട്ടിൽ നിന്ന് ടൂർ പോകൂലേ? ഇല്ലേ? ഏറ്റവും ഭംഗിയുള്ള റിസോർട്ടുകളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള നാടുകളിലേക്കൊക്കെ നമ്മൾ ചിലപ്പോൾ പിക്നിക്കൊക്കെ പോവും. മക്കളെയും കുട്ടികളെയൊക്കെ കൊണ്ട് 1-2 ദിവസത്തിനൊക്കെ റിസോർട്ടിലൊക്കെ താമസിച്ച് ഒന്ന് ഉഷാറാക്കി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും. 2 ദിവസം കഴിയുമ്പോ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരൂലേ? എന്താ? എനിക്ക് എന്റെ പുതപ്പ് വേണം. ഞാൻ എന്റെ ഉള്ളിൽ തോന്നുന്ന തോന്നലുകളാട്ടോ നിങ്ങളോട് പറയണത്. നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കാണ് അറിയാം. 2 ദിവസം കഴിയുമ്പോ തോന്നും എനിക്ക് എന്റെ പുതപ്പ് വേണം. ഈ പുതപ്പ് ഞാൻ എന്റെ വീട്ടിൽ പുതക്കുന്ന ആ പുതപ്പ് തന്നെ എനിക്ക് വേണം എന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേന് എന്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടും ആ മനസ്സിന്റെ ചിന്ത ഇങ്ങനെ പ്രയാസമായി പുറത്തേക്ക് വരുന്നത് കൊണ്ടും എന്റെ നൗഷാദക്ക പിക്നിക്ക് പോകുമ്പോഴത്തേന് എന്നോട് പറയും, എന്റെ പുതപ്പ് കയ്യിലെടുത്തട്ടോ എന്ന് പറയും. നിന്റെ പുതപ്പും കൂടെ കയ്യിൽ വെച്ചോ എന്ന് പറയാറുണ്ട്. കാരണം എന്താ? 2 ദിവസം കഴിയുമ്പോഴത്തേന് എനിക്ക് എന്റെ പുതപ്പിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് എന്റെ മസ്കനിലേക്ക്, എനിക്ക് സമാധാനം നൽകുന്ന ഇടത്തിലേക്ക് തിരിച്ചെത്തണമേ എന്ന എന്റെ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആ മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം അതേ അർത്ഥത്തിലും ആഴത്തിലും ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അതേ മസ്കനിൽ നിന്നും ആത്മഹത്യാ ശ്രമങ്ങളുമായി കൊണ്ട് നമ്മുടെ പോലെയുള്ള സ്ത്രീകളാവാം, പുരുഷന്മാരാവാം, പ്രയാസപ്പെടുന്ന ആളുകളാവാം, എന്തുകൊണ്ടാണ് പരിഹാരം തേടി ഇറങ്ങുന്നത്? നോക്കൂ, ഇവരൊക്കെ പലപ്പോഴും വരാറുള്ളത് അവര് വരുന്ന അവരുടെ നാടുകളിൽ ഏറ്റവും വലിയ വീടുകളിൽ നിന്നായിരിക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാ പിന്നെ സൗകര്യങ്ങളും ഒക്കെയുള്ള വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്. അവര് വരുന്ന വാഹനങ്ങളോ ആ നാട്ടില് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള, ആ നാട്ടില്
കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങളിലായിരിക്കും അവർ വരുന്നുണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നുന്ന ചോദ്യമാണ്, ഇവർക്ക് പലപ്പോഴും ആ വീട് നൽകുന്ന, ആ വീട്ടിൽ നിന്നും ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവര് കയറി വരുന്ന, അവര് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ആ വാഹനത്തിന്റെ സൗകര്യങ്ങളും ആ വാഹനം നൽകുന്ന സുഖലോലുപതകളും ആസ്വദിക്കുവാൻ ഇവർക്ക് സാധിക്കാറുണ്ടോന്ന്? പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഒരുപാടേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ്. അള്ളാഹു ഓരോ തലങ്ങളിലൂടെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെയൊക്കെ. ഒരു പക്ഷേ സമ്പത്ത് കൊണ്ടായിരിക്കാം, സമ്പത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, ആരോഗ്യം തന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, സ്ഥാനമാനങ്ങൾ തന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാലും ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച അതേപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ മസ്കനിന്റെ അർത്ഥം അതുപോലെ ആസ്വദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ മസ്കൻ, ആ സമാധാനത്തിന്റെ ഇടം, ആ സമാധാനം അതുപോലെ എനിക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് എനിക്ക് പ്രതാപം? എന്തിനാണ് ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നത്? എന്തിനാണ് എനിക്ക് സ്ഥാനമാനങ്ങൾ? എന്തിനാണ് എനിക്ക് പേരും പ്രശസ്തിയും? ഓർക്കേണ്ടതുണ്ട്, എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹവും എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ, അൽഹംദുലില്ലാ, ഒരു മുസൽമാന്, ഇസ്ലാം മത വിശ്വാസിക്ക് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നമസ്കാരം. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്നോ, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്നോ, കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ നമസ്കരിക്കണമേ എന്ന് ഇങ്ങനെ നിർബന്ധം പുലർത്തുന്ന ഏറ്റവും മഹത്തായ ആരാധനാ കർമ്മം. ആ കർമ്മത്തെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഉപദേശിച്ചിട്ടില്ല. ആ കർമ്മത്തിന്റെ രൂപത്തെ കുറിച്ചോ, ആ കർമ്മത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ചോ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കാത്ത വേളയിൽ പക്ഷേ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച്, അത് കുടുംബ ബന്ധങ്ങളാവാം, സൗഹൃദ ബന്ധങ്ങളാവാം, അയൽപക്ക ബന്ധങ്ങളാവാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ബന്ധങ്ങളെ കുറിച്ചും, ആ ബന്ധങ്ങളിൽ നാം എപ്രകാരം ഇടപഴകണം, എപ്രകാരം പെരുമാറണം, ഏത് രീതിയിലെല്ലാം നാം കൈകാര്യം ചെയ്യണം, ഏത് രൂപത്തിലെല്ലാം നാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരുപാടേറെ അവസരങ്ങളിൽ പറഞ്ഞു വെച്ച പരിശുദ്ധ വേദമാണ് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, ഓർത്തു നോക്കൂ നിങ്ങള്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: 70% മനപ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും മനോരോഗങ്ങൾക്ക് കാരണം 70% കാരണം അവരുടെ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ്, അവരുടെ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ശിഥിലതകളാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ഒരു ശാസ്ത്രത്തിന്റെയും പിൻബലമില്ലാതെ പരിശുദ്ധ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്? നിങ്ങൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, നിങ്ങൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, നിങ്ങൾ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ സൃഷ്ടിക്കാതിരിക്കുക. സ്വർഗത്തിൽ ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ അവസരത്തില് കുടുംബ ബന്ധം വന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, എന്നെ മുറിക്കുന്ന അവസരം ഉണ്ടാവോ? എന്നെ വിച്ഛേദിക്കുന്ന അവസരം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന്. അള്ളാഹു പറയുന്ന ഉത്തരം എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും നിന്നെ മുറിക്കുകയാണ് എങ്കിൽ അവരുമായുള്ള ബന്ധം ഞാനും മുറിക്കുന്നതാണ്. ആരെങ്കിലും നിന്നെ വിച്ഛേദിക്കുകയാണ് എങ്കിൽ അവരുമായുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കുന്നതാണ് എന്ന്. ഓർത്തു നോക്കൂ, പരിശുദ്ധ ഖുർആനില് ഒട്ടേറെ വേളകളിൽ പറയുകയാണ്, നിങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ 3 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പേരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി എണ്ണപ്പെട്ടിട്ടുള്ളത് നമസ്കരിക്കാത്തവനാണ്.
നമസ്കരിക്കാത്തവന്റെ 5 നേരത്തെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം പൂർത്തീകരിക്കാത്തവന്റെ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവന് വേദന വരുമ്പോ, പ്രയാസം വരുമ്പോ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവൻ അള്ളാഹുവിനെ തേടിയിട്ട് കാര്യമില്ല, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി എണ്ണുകയാണ് പ്രാർത്ഥന സ്വീകരിക്കാത്തവന്റെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവൻ. 5 നേരം തസ്ബീഹമാല കയ്യിലുണ്ട്, സദാസമയം ദിക്റുകളും സ്വലാത്തുകളും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കുകയാണ്. എല്ലാ സമയങ്ങളും വായിലൂടെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങളാണ്. സുഹൃത്തുക്കളെ, ഓർക്കേണ്ടതുണ്ട്, എന്റെ ഒരു ചിന്ത കാരണം, എന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു വാക്ക് കാരണം, എന്റെ ഒരു പ്രവൃത്തി കാരണം, എന്റെ ഒരു നോട്ടം കാരണം എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ കുടുംബ ബന്ധങ്ങൾക്ക്, എന്റെ അയൽപക്ക ബന്ധങ്ങൾക്ക്, എന്റെ സൗഹൃദ ബന്ധങ്ങൾക്ക് വിള്ളലേറ്റിട്ടുണ്ടോ? ഞാൻ എന്തിന് തസ്ബീഹ് ചൊല്ലണം? ഞാൻ എന്തിന് നമസ്കരിക്കണം? ഞാൻ എന്തിന് ഇത്രയേറെ കഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ ഇങ്ങനെ മുഴുകണം? കാരണം ഒന്നും എന്റെ റബ്ബ് സ്വീകരിക്കുന്നില്ല. അവയൊന്നും എന്റെ റബ്ബ് എന്നിൽ നിന്നും സ്വീകരിക്കുന്നില്ല. കാരണം പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ കാരണം എന്റെ കുടുംബ ബന്ധത്തിൽ ഉലച്ചില് വന്നിരിക്കുന്നു, വിള്ളല് വന്നിരിക്കുന്നു, ബന്ധം പരസ്പരം തെറ്റി പിന്മാറിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതായിരിക്കും അല്ലേ? ആ ഒരു വേളയിൽ എങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളാണോ? കൂട്ടിയോജിപ്പിക്കേണ്ട ബന്ധങ്ങളാണോ? തീർച്ചയായും നാം ഉത്തരം നൽകേണ്ടി വരും. പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ രണ്ടാമതായി എണ്ണപ്പെടുകയാണ്. മൂന്നാമതായി എണ്ണിയത് ഹറാം പ്രവർത്തിക്കുന്നവനെയാണ്, ഹറാം ഭക്ഷിക്കുന്നവനെയാണ്. ഈ 3 പേരുടെയും കൂട്ടത്തിൽ നാം ആരും ഉൾപ്പെടാതിരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അറിയാതെ പോലും, നോട്ടത്തിൽ പോലും, പ്രവൃത്തിയിൽ പോലും, വാക്കുകളിൽ പോലും, മനസ്സിന്റെ ചിന്തയിൽ പോലും എന്റെ ചുറ്റുമുള്ള എന്റെ ബന്ധങ്ങൾ, നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മളെ മസ്കനിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാ അല്ലെ? ഖുർആനിൽ മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ബന്ധങ്ങളെയും എടുത്തെടുത്ത് നമുക്ക് എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായത്തില് അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. നമുക്കറിയാം എല്ലാവർക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ അതിന്റെ കൂടെ നോക്കൂ, അടുത്ത വരികൾ മാസ്മരികത നിറഞ്ഞതാ, നമ്മെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ദൈവത്തോടൊപ്പം, അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുകയാണ്, നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഓർത്തു നോക്കൂ, അള്ളാഹുവിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുക ഉമ്മാനെ ഉപ്പാനെയും. ആരെയാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്? ഭൂമിയില് സ്വർഗം സംവിധാനിച്ചു വെച്ച ഒരേ ഒരാള് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മയുടെ കാലിനടിയിൽ മാത്രമാണ് എനിക്ക് സ്വർഗമുള്ളത്. വേറെ ആരുടെയും കാലിന്റെ ചോട്ടില് സ്വർഗം ഉണ്ടെന്നയാളെ ഉണ്ടോ? വേറെ ആരെയും കാലിന്റെ അടിയിൽ സ്വർഗമില്ല. എന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഉമ്മ, ഞാൻ കാരണം ഒരു നിമിഷം പോലും, ഒരു തവണ പോലും ഞാൻ കാരണം എന്റെ ഉമ്മയുടെ കണ്ണ് നിറയാൻ പാടില്ല. ആ കണ്ണുനീര് ഞാൻ കാരണം ഭൂമിയിലേക്ക് ആഴപ്പെട്ട ആ കണ്ണുനീരിന്റെ ഫലം തീർച്ചയായും ഞാൻ അനുഭവിക്കേണ്ടി വരും. ആ ഉമ്മാനെയും ഉപ്പാനെയുമാണ് അള്ളാഹുവിനോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ആ ഉമ്മയെയും ഉപ്പയെയുമാണ് അള്ളാഹുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, നിന്റെ ബാധ്യതയാണ്. നിങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. പുരുഷന്മാർ അവരുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടു എങ്കിൽ, സ്ത്രീകൾ അവരുടെ ഭർതൃഗൃഹത്തിന്റെ അധിപകളാണ്. നാളെ ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്തമാണ്. ചില നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും അല്ലെ? നമ്മൾ ആരും ജനിച്ചത്, ഞാൻ ജനിച്ചു വീണത് ഭാര്യയായിട്ടല്ല, മരുമകളായിട്ടല്ല, ഉമ്മയായിട്ടല്ല, നാത്തൂനോ ഇളയച്ചോ മൂത്തച്ചോ ആയിട്ട് ജനിച്ചവരാരും ഇവിടെ ഉണ്ടാവില്ല.
നമ്മളൊക്കെ വിശക്കുമ്പം കരയാൻ മാത്രം അറിയാവുന്ന, ഒന്നുമേ അറിയാത്ത നിസ്സഹായരായ മനുഷ്യ ജീവനുകളായി പിറന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ ഓരോ വേളകളിൽ, ഓരോ അവസരങ്ങളിൽ, ഓരോ സാഹചര്യങ്ങളിൽ ഓരോന്ന് നമ്മൾ പഠിച്ചെടുത്തു. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ ആടുന്നവരാണ് നമ്മള്, അല്ലെ? ഒരേ സമയം ഞാൻ മകളാണ്, ഞാൻ പെങ്ങളാണ്, ഞാൻ നാത്തൂനാണ്, ഞാൻ ഭാര്യയാണ്, മരുമകളാണ്, ഉമ്മയാണ്. ഒരേ അവസരത്തിൽ എത്രയെത്ര വേഷങ്ങളാണ് നമ്മൾ ആടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സമയം എത്ര വേഷങ്ങൾ നമ്മൾ ആടുന്നുണ്ട്, അല്ലെ? നമ്മളൊക്കെ, എന്റെ ജീവിതം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അഭിനയിക്കുന്ന എന്റെ നാടകം ഉണ്ടല്ലോ, എന്റെ നാടകത്തിന് ഒരിക്കൽ അവാർഡ് പ്രഖ്യാപിക്കും. ഈ നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്തുകൊണ്ട് അവാർഡ് പ്രഖ്യാപിക്കും. മികച്ച നടി, മികച്ച നടൻ, മരണശേഷം പരലോക ജീവിതത്തിൽ വെച്ച്. അവിടെ എന്റെ നാടകത്തിലെ മികച്ച നടി ഞാൻ തന്നെയാവേണമേ എന്ന് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട്, ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എവിടെയാ എനിക്ക് സമാധാനക്കുറവുണ്ടാവുക? എവിടെയാ എനിക്ക് ഞരമ്പ് മുറിക്കാൻ തോന്നുക? എവിടെയാ എനിക്ക് സങ്കടം ഉണ്ടാവുക? പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബന്ധങ്ങൾക്കുള്ളിൽ ഊഷ്മളത നിറയ്ക്കുമ്പോൾ ആ മസ്കനിന്റെ അർത്ഥമാണ് ഇവിടെ അർത്ഥവത്താകുന്നത്. അള്ളാഹു വിളിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ സമാധാനക്കോട് എന്നറിയപ്പെടുന്ന ആ വീടിന്റെ അർത്ഥത്തെയാണ് നാം ഓരോരുത്തരും യാഥാർത്ഥ്യമാക്കുന്നത്. നോക്കൂ, ഒരു കുടുംബം തുടങ്ങുകയാണ്. പരിശുദ്ധ സ്വർഗത്തിൽ വെച്ച് പുരുഷനെ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പുരുഷനെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിൽ പുരുഷന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാൻ വേണ്ടി പുരുഷന്റെ ഭാര്യയിൽ നിന്നും അവന്റെ ഇണയെയും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധാരണം ചെയ്യുന്ന ഹദീസാണത്. ആദ്യം പുരുഷനെ സൃഷ്ടിക്കുകയാണ്. ആ പുരുഷന് സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവന്റെ ഭാര്യയെല്ലുകളിൽ നിന്നും അവന്റെ ഇണയെ സൃഷ്ടിച്ചു എന്നാ പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഇണകളാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അല്ലെ? ആ ഇണകളാണ്, നമ്മളൊക്കെ ഇണകളാ. ഞാൻ എന്റെ നൗഷാദ് ഖാന്റെ ഇണയാണ് എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഇണകളാണ്. ആ ഇണകളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തിനു സൃഷ്ടിച്ചു? ഭാര്യയിൽ നിന്നും എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? അവന് സന്തോഷിക്കാനും സംതൃപ്തി അടയുവാനും സമാധാനിക്കാനുമാണ്. നമ്മൾ ചിന്തിക്കണം, അല്ലെ? നെഞ്ചത്ത് കൈവച്ചിട്ട് ഇതൊക്കെ ഉണ്ടോന്ന്, അല്ലേ? എന്നെ കൊണ്ട് മൂപ്പർക്ക് സന്തോഷാണോ? എന്നെ കൊണ്ട് മൂപ്പർക്ക് സമാധാനാണോ? എന്നെ കൊണ്ട് മൂപ്പർക്ക് സംതൃപ്തിയാണോ എന്ന് കുറ്റ്യാടിക്കാരെ, ഞങ്ങൾ നിലമ്പൂരാരും നിങ്ങൾ കുറ്റ്യാടിക്കാരും ഒക്കെ നെഞ്ചത്ത് കൈ വെച്ചൊന്ന് ചിന്തിക്കണം. എന്തേ പൊരേക്ക് നേരത്തെ കയറി വരാത്തത്? അല്ലേ? പൊരേക്ക് മഗ്‌രിബ് കഴിഞ്ഞാലും ഇശ കഴിഞ്ഞാലും വീട്ടിലേക്ക് കയറി വരാൻ ഒരു മടിയാ. അങ്ങാടി കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കും, ചെങ്ങായിമാരെ കൂടെ വർത്താനം പറഞ്ഞ്, അല്ലെ? ഞങ്ങളെ ഭാഷയിൽ ലണ്ടൻ അടിക്കാന്നാ പറയാ. ബിടായും പറഞ്ഞിങ്ങനെ കൂട്ടുകാരുടെ കൂടിയൊക്കെ സമയം മാക്സിമം ചെലവഴിച്ച് നേരം വഴുകി വീട്ടിലേക്ക് വരുന്നത് എന്തിനാ? വീട്ടില് സമാധാനം ഉള്ളതുകൊണ്ടാണോ? വീട്ടില് സംതൃപ്തി ഉള്ളതുകൊണ്ടാണോ? ആണോ? ആ മസ്കനിന്റെ അർത്ഥം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണോ? അല്ല, അല്ലെ? അത് കിട്ടിയാൽ, ആ മസ്കനിന്റെ അർത്ഥം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കില് പൊന്നാരന്റെ പടപ്പുകളെ നേരത്തെ പെരേക്ക് വരൂ. കാരണം എന്താ? അവിടെ എന്നെ കാത്തിരിക്കുന്ന എന്റെ ഉമ്മയുണ്ട്, എന്റെ സ്വർഗമാകുന്ന എന്റെ ഉമ്മയുണ്ട്. എന്റെ സ്വർഗമാണ് എന്റെ ഉമ്മ. ഒരിക്കല് ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവ. ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഡോക്ടറെ, ഞാൻ ഷുഗറിന്റെയും പ്രഷറിന്റെ ഒക്കെ മരുന്ന് നിർത്തിയെന്ന്. സ്വാഭാവികമായിട്ടും കേട്ടപ്പോ എനിക്ക് സന്തോഷമായി, പരിചയമുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഷുഗറിന് പ്രഷറിന്റെ ഒക്കെ മരുന്ന് നിർത്തിയത്? മൂപ്പര് പറയാ, ഞാൻ എന്റെ പൊരേക്ക് നേരത്തെ ചെല്ലല് നിർത്തിയെന്ന്. ഞാന് എന്റെ പൊരേക്ക് നേരത്തെ ചെല്ലല് നിർത്തി, അപ്പൊ എന്റെ ഷുഗറും പ്രഷറൊക്കെ നോർമലായി, മരുന്ന് നിർത്തേണ്ടി വന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു കൗതുകം.
ആഹാ, അങ്ങനെയാണെങ്കിൽ ആ മരുന്നൊന്ന് അറിയണല്ലോ. എല്ലാവർക്കും പറഞ്ഞു കൊടുത്താ പോരെ? എന്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാലോ, നിങ്ങൾ പോരേക്ക് നേരത്തെ ചെല്ലൽ നിർത്തിയാൽ മതിയെന്ന്. അപ്പൊ ആ കഥയൊന്ന് അറിയാനൊരു ആഗ്രഹം. അയാള് പറഞ്ഞു തുടങ്ങാണ്, എന്റെ വീട്ടില് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാ. കാരണം ഞാൻ വരുന്നതും കാത്തിരിക്കുന്നുണ്ടാവും പൂമുഖത്ത് എന്റെ ഉമ്മ. പൊന്നുമോനെ കാണാൻ വേണ്ടിയിട്ട്, മകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉമ്മ സിറ്റ് ഔട്ടില് പൂമുഖത്ത് പുറത്ത് എന്നെ കാത്തിരിക്കും. ആ ഉമ്മയുണ്ട് എന്റെ വീട്ടില്. എന്റെ സ്വർഗമാകുന്ന എന്റെ ഉമ്മയുള്ള വീട്ടില് എന്റെ ഇണയുമുണ്ട്. ഞാൻ അള്ളാഹുവിന് സാക്ഷ്യം നിർത്തിക്കൊണ്ട് എന്നിൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഞാൻ സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ട ഇണയുണ്ട് എന്റെ വീട്ടില്. ഞാൻ ജന്മം നൽകിയ എന്റെ മക്കളുണ്ട് എന്റെ വീട്ടില്. ഇവരോടൊക്കെ ഒപ്പം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും വേണ്ടി എത്രയും നേരത്തെ വീട്ടിലെത്തണമേ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാന്. പക്ഷേ പലപ്പോഴും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പൂമുഖത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്ന എന്റെ ഉമ്മയെയാണ് ഞാൻ കാണാറുള്ളത്. സ്വാഭാവികമായിട്ട് ഉമ്മ കരഞ്ഞിരിക്കുമ്പോ മക്കള് ചോദിക്കൂലേ, എന്താ അമ്മ അങ്ങക്ക് പറ്റിയത്, എന്താ അമ്മ അങ്ങക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോഴത്തേന് ഉമ്മ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങും. കരഞ്ഞു ഉമ്മ എന്നോട് പറയും, എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഇണയിൽ നിന്നും എന്റെ ഉമ്മാക്ക് ഉണ്ടായ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ച്, കൈപ്പേറിയ നിമിഷങ്ങളെ കുറിച്ച് എന്റെ ഉമ്മ എന്നോട് പറയാൻ തുടങ്ങും. ഇതെല്ലാം കേട്ട് ദുഃഖം ഇങ്ങനെ സഹിക്കാൻ കഴിയാതെ ഞാൻ അകത്തേക്ക് കയറി പോകുമ്പോ ബെഡ്റൂമിൽ ഉണ്ടാവും കടന്നല് കുത്തിയ മുഖമായിട്ട് ഓളിരിക്കണ്. ആര്? എന്റെ പ്രിയപ്പെട്ടവൾ, എന്റെ നല്ല പാതി, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഇണ ഇരിക്കുന്നുണ്ടാവും ബെഡ്റൂമില്. കടന്നല് കുത്തിയ മുഖം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കടന്നല് കുത്തി എങ്ങനെയാണ് ഇയാളെ ഉണ്ടാവുക? മുഖം ഇങ്ങനെ വീർത്തിരിക്കൂലേ? കടന്നല് കുത്തി നമ്മളൊക്കെ ഹാന്ന് പറഞ്ഞ് ചിരിക്കൂലല്ലോ, ഇല്ലേ? സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവും. വേദന കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കുക ചെയ്യാ. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവും എന്റെ പ്രിയപ്പെട്ടവൾ. അവളോട് ചോദിക്കും, എന്താണ് ഉമ്മാന്റെ നിനക്ക് പറ്റിയത്, എന്താണ് നിന്റെ വിഷമത്തിന് കാരണം? അവൾക്കും പറയാനുണ്ടാവും. കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, അളവില്ലാത്ത അത്രയും കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്നും ഒഴുക്കിക്കൊണ്ട് അവള് പറയും, എന്റെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്നും, എന്റെ ജീവന്റെ ജീവനായ, എന്റെ സ്വർഗമായ എന്റെ ഉമ്മയിൽ നിന്നും അവക്ക് ലഭിച്ച തിക്താനുഭവങ്ങൾ, അവൾക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, ഇത് ദിവസങ്ങളോളം കേട്ട് അയാൾ പറയും എന്റെ അടുത്ത്, അയാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ നോക്കുന്ന ബ്ലഡ് ഷുഗർ ഇല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 350 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120 വരെ മാക്സിമം എത്താൻ പാടുള്ളൂ. അത് 350 മാത്രമല്ല, ഞാൻ ഹൈപ്പർ ടെൻസീവായി, എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായി, ഞാനൊരു പ്രഷർ രോഗിയുമായി മാറി. അതിന് നിരന്തരം മരുന്നുകൾ കുടിക്കാൻ തുടങ്ങി ഞാന്. പക്ഷേ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഞാൻ മരുന്ന് നിർത്തി. കാരണം 2 ആഴ്ചയായിട്ട് ഞാൻ എന്റെ പുരയ്ക്ക് നേരത്തെ ചെല്ലലില്ല. 12 മണി കഴിഞ്ഞിട്ടാ വീട്ടിക്ക് കയറി ചെല്ല. പാവന്റെ ഉമ്മ ഗുളികയൊക്കെ കുടിക്കണത് കാരണം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. ഓളും തന്നെ വീട്ടിലെ പണിയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തളർന്ന് അവളും ഉറങ്ങിയിട്ടുണ്ടാവും. പുരയ്ക്ക് കള്ളന്മാര് കയറി ചെല്ലണ പോലെ ഞാൻ മെല്ലെ കയറി ചെല്ലും ഡോക്ടറെ. പക്ഷേ വീട്ടിലുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ച് സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും. ഇത് ഒരു പുരുഷൻ, ഒരാണ് നമ്മുടെ മുൻപിൽ വന്ന് ഗദ്ഗദം പറഞ്ഞതാണ് എങ്കിൽ അയാളുടെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അയാളുടെ അടുത്ത ചോദ്യം മരുന്ന് നിർത്തി എന്ന ആനന്ദം അല്ല അയാൾക്കുള്ളത്. ഞാൻ എന്റെ മരുന്ന് നിർത്തി എന്നുള്ള സന്തോഷമല്ല അയാൾക്കുള്ളത്. ആ മരുന്ന് നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത് കാരണം ആ ദുഃഖത്തിൽ ഇരിക്കുന്ന ആളുടെ ചോദ്യമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഒരു കയ്യിൽ എന്റെ സ്വർഗമാണ്, എന്റെ ഒരു കയ്യിലുള്ളത്, അല്ലെ? താരാട്ടുപാട്ടോളം മധുരമുള്ളൊരു ശീലം എന്നോളം ഒരു കവിയും
പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ, കനിവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അതാണ് എന്റെ ഉമ്മ എങ്കിൽ, എന്റെ ഒരു കൈയില് എന്റെ രണ്ട് കൈകളും ഞാനൊരു തുലാസാക്കി മാറ്റുകയാണ് എങ്കിൽ, എന്റെ ഒരു കൈയിൽ എന്റെ ഉമ്മയാണുള്ളത്. എനിക്ക് വേണ്ടി പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ച് 9 മാസം എന്നെ ഗർഭം ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് എന്നെ 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ജന്മം നൽകിയ ഉമ്മ. അല്ലെ? പ്രസവം കഴിഞ്ഞാ പിന്നെ സമാധാനായോ? ഇല്ല. പിന്നെ ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഒന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുപോലും സാധിക്കാതെ ആ കുഞ്ഞിനു വേണ്ടി ഉറക്കം ഇളച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയ യാതനയുടെ നാളുകൾ. അത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കിയ എന്റെ ഉമ്മ എന്റെ സ്വർഗ പൂങ്കാവനമാണ് എന്റെ ഒരു കയ്യിലുള്ളത്. എന്റെ സ്വർഗത്തെ തീരുമാനിക്കുന്നത് എന്റെ ഉമ്മയും ഉപ്പയുമാണ്. പ്രായമായ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട്. അവരെ ഞാൻ സംരക്ഷിക്കുകയാണ്. സംരക്ഷിച്ച് അവരെന്നിൽ നിന്നും മരണമടഞ്ഞു പോയാൽ അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ് എനിക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഒരിക്കലൊരു സഹാബി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടാനിരിക്കുകയാണ്. ഷഹീദാവാൻ, യുദ്ധകളത്തിൽ വെച്ച് ധീരയോദ്ധാവായി സ്വർഗ പൂങ്കാവനത്തിൽ അർഹമാകുവാൻ വേണ്ടിയിട്ട് പുറപ്പെടാനിരിക്കുമ്പോൾ ഹബീബ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവനെ, നിന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടോ? നിന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടോ എന്ന്. അതെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ചേർത്ത് പിടിച്ചുകൊണ്ട് സഹാബിയോട് പറയുകയാണ്, തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, എങ്കിൽ പ്രിയപ്പെട്ടവനെ, യുദ്ധത്തിന് പുറപ്പെട്ട് അവിടെ വെച്ച് ധീരയോദ്ധാവാവുന്നതിനേക്കാളും ഷഹീദാവുന്നതിനേക്കാളും നിനക്ക് പുണ്യമുള്ളത് പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഷഹീദാവുന്നതിനേക്കാൾ പുണ്യം പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്, എന്റെ ഉമ്മ ഉപ്പ എന്റെ ബാധ്യതയാണ്, എന്റെ ബാധ്യതയാണ്. 6ഉം 60ഉം ഒരുപോലെയാകുന്ന ഒരു കാലഘട്ടം വരും. 6 വയസ്സായ കുഞ്ഞ് എങ്ങനെ വാശി കാണിക്കും? 6 വയസ്സായ കുഞ്ഞെങ്ങനെ കുറുമ്പ് കാണിക്കും? 6 വയസ്സായ കുഞ്ഞിന്റെ വായിൽ നിന്നും എന്തെല്ലാം വാക്കുകൾ വരും? നമ്മൾ ആരും അവിടെ വേദനിക്കാറില്ല, അല്ലേ? 6 വയസ്സായ കുട്ടി കുഞ്ഞിക്കുമ്പ നിറയെ ഭക്ഷണമൊക്കെ കൊടുത്ത്, ബിരിയാണിയൊക്കെ കൊടുത്ത് നമ്മള് കളിക്കാൻ പറഞ്ഞയച്ചാൽ അപ്പുറത്തെ വീട്ടിൽ പോയി പിന്നെയും ഓനൊരു പ്ലേറ്റ് നിറച്ച് ചോറുന്നു, ഇല്ലേ? എന്നിട്ട് ഓള് മതിലിന്റെ അപ്പുറത്ത് വന്ന് നമ്മളോട് പറയും, എടീ അന്റെ കുട്ടിക്ക് ഒന്നും തിന്നാൻ കൊടുക്കലില്ലേ, എത്രങ്ങാനും ചോറാവും തിന്നത് എന്ന്, ഇല്ലേ? മതിലിന്റെ അപ്പുറത്ത് വന്ന് അയൽപക്കത്തുള്ള പ്രിയപ്പെട്ടവള് കൂട്ടുകാരി നമ്മളോട് പറയും, എന്തോരം ചോറാ എന്റെ കുട്ടി തിന്നത്, എന്റെ പൊരേന്ന് ഒന്നും കുട്ടിക്ക് കൊടുക്കലില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലാറില്ല. നീ എന്ത് കടാ കാണിച്ചത്, നിനക്ക് ഞാൻ ഭക്ഷണം തന്നിട്ടില്ലേ, നീ എന്തിനാ അവിടെ പോയി ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ഉപദ്രവിക്കാറില്ല, വഴക്ക് പറയാറില്ല, ശാപവാക്കുകൾ പറയാറില്ല. കാരണം അവന് 6 വയസ്സായിട്ടുള്ളൂ, അവന് ചെറിയ കുട്ടിയാ, അവൻ അടിക്കാനായിട്ടില്ല. നമസ്കരിക്കാതിരുന്നാൽ പോലും അടിക്കാൻ പറഞ്ഞ പ്രായം 10 വയസ്സാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അടിക്കൂല, അല്ലേ? എന്നാൽ 60 കഴിഞ്ഞ വല്യമ്മ, 60 കഴിഞ്ഞ അമ്മായിയമ്മ, അല്ലെങ്കിൽ 60 കഴിഞ്ഞ ഉമ്മ, പ്രായമായ ഉമ്മ പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും. സ്നേഹമുള്ള കരങ്ങൾ കൊണ്ട് ഭക്ഷണത്തിൽ ഇങ്ങനെ സ്നേഹം ചാലിച്ചുകൊണ്ട് നമ്മൾ വയറ് നിറയെ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ആര് കയറി വരുന്നത്? ഉമ്മാന്റെ മോള്, നമ്മളെ നാത്തൂന്, ഇല്ലേ? ഉമ്മാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോള്
നമ്മുടെ നാത്തൂന് കയറി വരുമ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയും, ഉമ്മാന്റെ കുട്ടിയെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോന്ന്. ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി നിനക്കറിയോന്ന് ചോദിക്കും. അവിടെ 6 വയസ്സായ കുഞ്ഞിനെ നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. 6 വയസ്സായ കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടില്ല. 6 വയസ്സായ കുഞ്ഞിനെ കുറിച്ച് നീചമായ ഒരു വാക്ക് പോലും, ഒരു ചിന്ത പോലും എന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ഓൻ 6 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അത് തള്ളിക്കളഞ്ഞുവെങ്കിൽ ആ 6 വയസ്സിലും എന്നെയും എന്റെ ഭർത്താവിനെയോ സംരക്ഷിച്ച് വളർത്തി വലുതാക്കി എന്റെ ഉമ്മയാണ്. ആ ഉമ്മ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞേക്കാം, ഇഷ്ടമില്ലാത്ത രൂപത്തിൽ എന്നോട് പ്രവർത്തിച്ചേക്കാം. ക്ഷമിക്കണം. അവിടെ ക്ഷമിക്കേണ്ടതുണ്ട്. അതാണ് എന്റെ സ്വർഗം. അവിടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖം നിറയുന്ന, സങ്കടം നിറയുന്ന പല പല അനുഭവങ്ങളും ക്ലിനിക്കിൽ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത ദിവസത്തിൽ ഉണ്ടായ ഒരു അനുഭവം നോക്കൂ നിങ്ങള്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഇത്രേ ഇടുങ്ങിയതായി തീരുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആനില് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട്. അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. എന്റെ ഹൃദയം നീ വിശാലമാക്കണമേ, റബ്ബിശ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി. പ്രിയപ്പെട്ടവരെ, ഫിറൗനിന്റെ അരികിലേക്ക് തൗഹീദ് പറയുവാൻ വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുവാൻ വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യം കേൾക്കുവാൻ ഫിറൗനിന്റെ ഹൃദയം വിശാലമാക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഏത് സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും, ഞാൻ എത്തുന്ന സ്ഥലത്ത് ഫിറൗനിന്റെ അടുത്തു നിന്നും എന്തെല്ലാം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാവേണ്ടി വന്നാലും അവയെല്ലാം സഹിക്കാനുള്ള ശേഷി, അവയെല്ലാം ഓവർകം ചെയ്യാനുള്ള കഴിവ് എന്റെ ഹൃദയത്തിന് നീ നൽകണമേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും മാതൃക. ഏത് സാഹചര്യവും ആയിക്കോട്ടെ, ഏത് സാഹചര്യവും ആയിക്കോട്ടെ, എന്റെ ഹൃദയം വിശാലമാണോ, എന്റെ ഹൃദയം വിശാലമാണോ, ഈ അവസരങ്ങളെ എല്ലാം സഹിക്കുവാനും പുറത്തു കൊടുക്കുവാനും എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അരികില് വന്ന് കരയുകയാണ് ഒരു മോള്. വിവാഹം കഴിഞ്ഞു, 2 പെൺകുട്ടികളാ. വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. വാപ്പ മരണപ്പെട്ടു. അവളും അവളുടെ അനിയത്തിയുമാണുള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് ഒറ്റ മോനുള്ള ഒരു വീട്ടിലേക്കാ. മോനും ഒരു ഉമ്മയും മാത്രമേ ഉള്ളൂ. ആ മോനെ 2 മാസം ഗർഭിണിയാവുന്ന സമയത്ത് ഉപ്പ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ആ ഉമ്മയാണ് ഈ മകനെ വളർത്തി വലുതാക്കിയത്. ഉമ്മയും മകനും, മകനും ഉമ്മയും മാത്രമുള്ള അവരുടേതായ ഒരു കൊച്ചു ലോകം. സ്നേഹം മാത്രം നിറഞ്ഞൊഴുകുന്ന ആ ലോകത്തേക്കാണ് തന്റെ പൊന്നു മകന് മരുമകളായിക്കൊണ്ട് ഇവൾ കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ തുടങ്ങുകയാണ് ഉമ്മയുടെ സ്വഭാവ വൈകല്യങ്ങള്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അത്ഭുതം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഉമ്മയാണ് 5 നേരം നമസ്കരിക്കുന്നുണ്ട്, ഒരു ദിവസം പോലും തഹജ്ജുദ് ഒഴിവാക്കുന്നില്ല, സദാസമയം കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്, സദാസമയം നമസ്കാര പായയിലാണ് അവര്. എപ്പോഴും ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ സ്വന്തം മകനെ ഹറാമിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനാന്നറിയോ? മരുമോള് സങ്കടപ്പെടാൻ വേണ്ടിയിട്ട്. മരുമോള് സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം മകനെ ഹറാമിലേക്ക് പറഞ്ഞയച്ച ഒരു ഉമ്മ. അവളോട് വഴക്കുണ്ടാക്കിയിട്ട്, അവളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളെ പറഞ്ഞയക്കുക അവളുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവരുടെ തന്നെ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ, അയൽപക്കത്തുള്ള പെൺകുട്ടികളെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുക. നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര ദുഃഖകരമായ അവസ്ഥകളാണല്ലേ. ഇതറിഞ്ഞിട്ട് മരുമകളെ സങ്കടപ്പെടാൻ വേണ്ടി, എന്നിട്ട് മരുമകൾ അത് വിളിച്ചറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മരുമകൾ അറിയുന്ന രൂപത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക. സങ്കടം സഹിക്കാൻ പറ്റാതെ കരയാ. ഇത് പാകിസ്ഥാനിലും ചൈനയിലൊന്നും അല്ലട്ടുള്ളയാളെ, നമ്മളെ കൊച്ചു കേരളത്തിൽ, നമ്മളെ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാ. ആ പെൺകുട്ടിയുടെ കരച്ചിൽ അവൾക്ക് ഓടിച്ചെന്ന് പറയാൻ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. വയ്യാതെ കിടക്കുന്ന ഉമ്മയാണ്, ഉമ്മയോട് സങ്കടം പറയാൻ പറ്റൂല. അവളുടെ വിഷമങ്ങൾ കേൾക്കേണ്ടത്, അവളുടെ ഉമ്മയായി മാറേണ്ടത് അവളുടെ ഇണയുടെ ഉമ്മയാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മറ്റൊരു വേളയില് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ
അയാള് തൊട്ടപ്പുറത്ത്, അയാളുടെ സ്റ്റേഷന്റെ അപ്പുറത്തുള്ള ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ഉമ്മ കട്ടിലിൽ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഓടി ചെല്ലുക. അയാൾ പറഞ്ഞു ആ ഉമ്മയെ എടുത്തുകൊണ്ടുവന്ന് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുകയാണ്. സംസാരിക്കുമ്പോ അയാൾ ആ കഥ ഇങ്ങനെ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞു തരുന്നുണ്ട്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉള്ള ഉമ്മയാണ്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികൾക്കും ജന്മം നൽകിയ ഉമ്മ. ചെറുപ്പകാലത്തെ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ ഈ ഉമ്മ ജോലികൾ ചെയ്തുകൊണ്ട് മക്കളെ വളർത്തുക. മക്കളൊക്കെ പഠിച്ച് മിടുക്കന്മാരായി. 6 പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. 6 മക്കളും 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. PSC ലഭിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് ആയി വർക്ക് ചെയ്യാം. മക്കളും പേരക്കുട്ടികളൊക്കെ ആയി. ഒടുവില് ഉമ്മാക്ക് വയ്യാത്ത അവസ്ഥ വന്നു. ഉമ്മ വയ്യാണ്ടാവാണ്. ചെറിയ മോന്റെ വീട്ടിലുണ്ടായിരുന്നത്. ചെറിയ മോനും ഭാര്യയും ഗൾഫിലാണ്. അങ്ങനെ രണ്ടാമത്തെ മകന്റെ വീട്ടിലേക്ക് അയക്കുകയാണ് ഉമ്മാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ കിടപ്പിലാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ മോന്റെ വീട്ടിലാണ് സംരക്ഷണം. പക്ഷെ സംരക്ഷണത്തിന്റെ ചിലവ് മുഴുവൻ ചെറിയ മോൻ അയച്ചു കൊടുക്കണം എന്നാണ് അവർക്കിടയിലുള്ള കരാറ്. കാരണം ഓന് നോക്കണില്ലല്ലോ അല്ലേ? ചെറിയ മോന് നോക്കണം എന്നൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ചെറിയ മോനാണ് ഉമ്മാനിപ്പാന് നോക്കണ്ടേ? അങ്ങനെ ഉണ്ട് നിങ്ങളെ? തറവാട്ടിൽ നിൽക്കാൻ എല്ലാവർക്കും പേടിയാ. ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിംഗിന് ഒരു പൊന്നാര ഡോക്ടറുകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ട് തറവാട്ടിൽ നിന്നൊന്ന് കഴിച്ചിലാക്കി തരണം കേട്ടോ. ചെറിയ മോന് ചില പെൺകുട്ടികളുടെ കണ്ടീഷനാണ്. ഒറ്റ മോനുള്ള വീട്ടിക്ക് നോ കല്യാണം. ഒറ്റ മോനുള്ള വീട്ടിക്ക് എന്നെ കെട്ടിക്കണ്ട. ചെറിയ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കേ വേണ്ട. ഇല്ല, ഇത് പറയണത് ആരാന്നറിയോ? പെൺകുട്ടികളെക്കാളും ഇത് പറയാനുള്ളത് പെൺകുട്ടികളുടെ ഉമ്മമാരാ. അവര് മനസ്സിലാക്കുന്നുണ്ടോ എനിക്കും ആ സാഹചര്യം എത്തുമെന്ന്? ഇല്ലേ, എനിക്കും ആ സാഹചര്യം എത്തുമെന്ന്. പഴുത്ത ഇല ചാടുന്നത് കണ്ട് പച്ചില ചിരിക്കേണ്ടതില്ല, പച്ചില കളിയാക്കേണ്ടതില്ല. പച്ചിലെ നീയും പഴുക്കും, നീയും ഉണങ്ങി തണ്ടിൽ നിന്നും വീണ് താഴെ പറ്റും. അതുകൊണ്ട് അത് കണ്ട് നീ ചിരിക്കേണ്ടതില്ല എന്ന വലിയ പാഠമാണ്. ആ സാഹചര്യത്തിൽ അവരും എത്തും. അപ്പൊ ചെറിയ മക്കള് സംരക്ഷിക്കണം എന്നുള്ളൊരു വെപ്പാലേ നാട്ടില്. അങ്ങനുണ്ടോ? അങ്ങനുണ്ടോ? സൗദി അറേബ്യയില് ഒരിക്കലൊരു കോടതിയില് ഒരു വാദം നടന്നുകൊണ്ടിരിക്കുക. ഒരു മകൻ കേസ് കൊടുത്തു. എന്താണെന്നറിയോ? എനിക്ക് ഉമ്മാനെ നോക്കാൻ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 ആൺകുട്ടികളാ. വലിയ മോനെ ഓൻ തന്നെ ഉമ്മാനെ നോക്കുക. ഓന്റെ അടുത്ത് ഉമ്മാനെ വിട്ടുകൊടുക്കണില്ല ഓന്. അപ്പൊ ഇവൻ പറയാണ്, രണ്ടാമത്തെ മോന് പറയും, എനിക്കും വേണ്ട സ്വർഗം, എനിക്കും കിട്ടണ്ടേ സ്വർഗം, എന്റെ ഉമ്മാനെ സംരക്ഷിക്കാനുള്ള അവസരം എനിക്കും കിട്ടണ്ടേന്ന് നമ്മള് ചിന്തിക്കണം അല്ലെ? ഒരു മാസം 28 ദിവസം ആകുമ്പോഴത്തേനും വഹിച്ചില്ലായി 2 ദിവസം കൂടി ഉള്ളൂ. കാരണം എന്താ? ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോവാ അല്ലേ? ഓരോ മാസമാണല്ലോ ഓരോ മക്കൾക്ക്. പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കണം. വിശക്കുമ്പോ കരയാൻ മാത്രം അറിയാതിരുന്ന ആ സമയത്ത് നേഴ്സ് പ്രസവിച്ച് പിറ്റേ ദിവസം നേഴ്സ് നമ്മളോട് വന്ന് പറയൂലേ, 2 മണിക്കൂർ കൂടുമ്പോ കുട്ടിക്ക് പാല് കൊടുക്കണമെന്ന് അല്ലേ? 2 മണിക്കൂർ കൂടുമ്പോ കുഞ്ഞിന് ഫീഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരും, അല്ലെങ്കിൽ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരും. അതുകൊണ്ട് അവൻ മൂത്രമൊഴിക്കണം നന്നായിട്ട്. ഡീഹൈഡ്രേഷൻ വരാതിരിക്കണമെങ്കിൽ പാല് നന്നായിട്ട് കുടിക്കണം. 2 മണിക്കൂർ കൂടുമ്പോ ഉണരാൻ നമ്മൾ ആരും അലാറം വെച്ചിട്ടില്ല. അലാറം വെക്കേണ്ട സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. 12 മണിക്ക് ഉറങ്ങിയാലും 2 മണിയുടെ മുൻപേ നമ്മൾ ഉണർന്നിട്ടുണ്ടാവും. കാരണം എന്താ? എന്റെ കുട്ടിക്ക് എനിക്ക് പാല് കൊടുക്കണം. 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്കുള്ളിൽ ഞാൻ ഉണർന്നിട്ടുണ്ടാവും. കാരണം എന്താ? എന്റെ കുട്ടിക്ക് എനിക്ക് പാല് കൊടുക്കണം. ഇന്നലെ എന്നെ പോയിട്ട് 2 മണിക്കൂർ കൂടുമ്പോ അലാറം വെച്ചോക്കുക. പിറ്റേന്ന് രാവിലെ എണീച്ചാൻ വയ്ക്കും. നമ്മളെ ആണുങ്ങൾക്കൊക്കെ ഇല്ലേടി ഇന്ന് ഞാൻ പണിക്ക് പോണില്ല, എന്നൊരു ഉഷാറില്ല, എന്നാലും ഉറക്കം തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയും ഇല്ലേ? അന്ന് കുഞ്ഞിന് പാല് കൊടുത്തിരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ജോലിക്ക് പോവാതിരുന്നിട്ടുണ്ടോ? വീട്ടിലുള്ള നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാ കർത്തവ്യങ്ങളും, നമ്മൾ നിക്ഷിപ്തമായ ഓരോ കർമ്മങ്ങളും, എല്ലാ ബാധ്യതകളും ആ മുറ പോലെ നാം നിർവഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഉമ്മയാണ്. ഈ ഉമ്മാനെ ഓഹരി വെക്കാനുള്ളതാണോ? ഈ ഉമ്മയെ ഓഹരി വെക്കാനുള്ളതാണോ? ഈ ഉമ്മയെ ഓഹരി വെക്കാനുള്ളതാണോ? ആ ഉമ്മയെയാണ് ഞാൻ നോക്കൂല, എന്റെ 1 മാസം കഴിഞ്ഞ് ഇനി നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തം പെങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിടുക. ഓൾ എന്ത് ചെയ്തു? ഇന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കട്ടിലോടെ ആ ഉമ്മാനെ പുറത്തേക്ക് വെക്കുകയാണ്.
കട്ടിലോടെ ആ ഉമ്മ കിടക്കുന്ന കട്ടിലോടെ ആ ഉമ്മയെ മുറ്റത്തേക്ക് ഇറക്കി വെക്കുക. 6 മക്കളുള്ള കഷ്ടപ്പെട്ട 6 മക്കളെ വളർത്തിയ പൊന്നാര ഉമ്മ. നോക്കൂ, ആ ഉമ്മയുടെ ഓർമ്മ നശിച്ചിട്ടില്ല, ചലനശേഷി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ അറിയുന്നുണ്ട്, ആ വേദന ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അവസാനം നാട്ടുകാർ വന്നു, പോലീസ് വരികയാണ്. നാട്ടുകാർക്ക് നോക്കി നിൽക്കുക, മക്കൾ ഇങ്ങനെ മത്സരിക്കുക, ഇജ് നോക്കിക്കോ എന്റെ ഊഴെത്തിയിട്ടില്ല, ഞാൻ നോക്കൂല. ചെറിയ മോൻ ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് പറയാം, ഞാൻ പൈസ അയച്ചു കൊടുക്കണില്ലേ, പിന്നെന്താ ഇല്ലേ. അവരവര് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വീരവാദം മുഴക്കുന്ന 6 മക്കൾ. അവസാനം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവാണ് ഈ ഉമ്മാനെ. ഞാൻ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മാനെ, ഞാൻ നോക്കിക്കൊണ്ട് എന്റെ ഉമ്മയായിക്കൊണ്ട് അമുസ്ലിമായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവാണ്. അങ്ങനെ സംരക്ഷിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് ആ ഉമ്മ മരണപ്പെട്ട വേളയില് ഒരു സ്ത്രീ മാത്രമാണ് കരഞ്ഞത്. ആ ഉമ്മയെ പരിചരിച്ചിരുന്ന ഒരു ഹോം നേഴ്സ് ഉണ്ട്. ആ ഉമ്മയുമായി യാതൊരു സ്നേഹബന്ധവും ഇല്ലാതിരുന്ന, ആ ഉമ്മയുടെ കൈകൊണ്ട് യാതൊരു നേട്ടങ്ങളും ലഭിക്കാതിരുന്ന, ആ ഉമ്മയ്ക്ക് വേണ്ടി സഹായങ്ങൾ മാത്രം ചെയ്തു കൊടുത്തിരുന്ന ഹോം നേഴ്സ് ഉണ്ട്. അവര് മാത്രമാണ് ആ ഉമ്മയുടെ മരണവേളയിൽ കരഞ്ഞത്. നിങ്ങൾ ഓർക്കണല്ലേ, എന്തോരം സുഖലോലുപതയിലാ നമ്മളൊക്കെ ജീവിക്കണത്.